ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ടാസ്ക് ഇപ്പോൾ തുടങ്ങി. ആദ്യത്തെ ആ ഒരു റൗണ്ട് അവസാനിച്ചു. ടണൽ ടീം ആയിരുന്നു ഹോട്ട് സീറ്റിൽ ഉണ്ടായിരുന്നത്. ജാൻമണി, അഭിഷേക് എസ്, ഋഷി, പൂജ, ശരണ്യ എന്നിവരാണ് ടണൽ ടീമിൽ ഉള്ളത്. അവരാണ് ഹോട്ട് സീറ്റിൽ ഇരുന്നത്. ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ ടീമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത കണ്ടസ്റ്റന്റ് ആരാണ്? പൂജയും അഭിഷേകും ജാൻമണിയുടെ പേര് പറയുന്നു. ജാൻമണിക്ക് ഡ്യൂട്ടി ചെയ്യാൻ മടിയാണ് എന്നെന്തോ മറ്റോ പൂജ പറയുന്നു. ജാൻമണിക്ക് ലാംഗ്വേജ് അറിയില്ല എന്ന് അഭിഷേക് ചൂണ്ടിക്കാണിച്ചു. അടുത്ത ചോദ്യം ഒരു വളരെ സെൻസ്ലെസ് ചോദ്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ഇപ്പോഴുള്ള പവർ ടീമിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് പറയാമെന്ന്. ഇപ്പോഴുള്ള പവർ ടീമിൽ 4 പേരും സുഹൃത്തുക്കളാണ്. അപ്പൊ തന്നെ യൂണിറ്റി എന്നൊരു സാധനം ഉണ്ട്, ഇല്ല എന്ന് ആരും തന്നെ പറയത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യം എനിക്ക് പേഴ്സണലി ഒട്ടും വർക്കായില്ല. ഇത് കഴിഞ്ഞ് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യുന്നു ഇതൊരു ഡിബേറ്റ് ആണ് എന്ന്. ബിഗ് ബോസിന് തന്നെ ഒരു വ്യക്തതയില്ല, ഇത് ഡിബേറ്റ് ആണോ അതോ Q&A ആണോ, എന്താണ് സംഭവം എന്ന് ബിഗ് ബോസിന് പോലും അറിയില്ല. അതുകൊണ്ട് ഇവരും കൺഫ്യൂസ് ആയി. അപ്പൊ ഇവര് ഡിബേറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ബേസിക്കലി ചോദ്യങ്ങളും മറുചോദ്യങ്ങളും ഒക്കെ ആവാം. ഇത് കഴിഞ്ഞിട്ടാണ് നല്ലൊരു ചോദ്യം ഞാൻ കേട്ടത് ആദ്യമായിട്ട്. പവർ ടീമില് ഇപ്പോഴുള്ളവരിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തൊരു കണ്ടസ്റ്റന്റിന്റെ പേര് പറയണം. ശരണ്യ ഗബ്രിയുടെ പേര് പറയുന്നു. മൂക്കിനിട്ട് ഇടിച്ച് ഞാൻ കരഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് അയ്യോ പാവം കളിക്കുന്നു. കുറച്ചൊക്കെ വിക്ടിം കാർഡ് ഇറക്കി കളിക്കാൻ നോക്കുന്നു. ഗബ്രി പറയുന്നു ശരണ്യ വുമൻ കാർഡ് ഇറക്കുന്നു എന്ന് എക്സ്പെക്ടഡ്. എന്നിട്ട് പൂജ അതിൽ കയറി പിടിക്കുന്നു. ഒരു ടാസ്കിന്റെ സമയത്ത് ആണുങ്ങളെ പോലെ കളിക്കട എന്ന് ഗബ്രി പറഞ്ഞതായി പൂജ പറയുന്നു. ഗബ്രിയുടെ വെടി തീർന്നു അവിടെ തന്നെ. പിന്നെ കിടന്ന് ഉരുണ്ട് പറയലാണ് നമ്മുടെ ഗബ്രി മോന്റെ വക. അത് മാനുഷിക പരിഗണന. ഞാൻ നിന്നത് ഒരു സ്ത്രീക്ക് വേണ്ടിയാണ്, സ്ത്രീക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഉടനെ പൂജ, ഈ വീട്ടിലുള്ളവരെല്ലാരും കണ്ടസ്റ്റൻസ് ആണ്, ഏജ് ഇല്ല, ജെൻഡർ ഇല്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല എന്ന് നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് എന്തിനാണ് സ്ത്രീക്ക് വേണ്ടി എന്ന് എടുത്തു പറയുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഗബ്രി പറയുന്നു ഒരു ആണിന് കാർഡ് ഇറക്കാൻ പറ്റില്ല, സ്ത്രീക്ക് വേണ്ടി കാർഡ് ഇറക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് വീക്ക്നെസ് ഇല്ല എന്നൊക്കെ പറയുന്നു. ഫീമെയിൽസിനാണ് വീക്ക്നെസ് എന്നുള്ള രീതിയിൽ ഗബ്രി സംസാരിക്കുന്നുണ്ട്. എന്തുവാടെ ഇയാൾ ഈ പറയുന്നത്? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഏത് കാർഡ് വേണേലും ഇറക്കി കളിക്കാം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണേലും നമുക്ക് ചെയ്യാം, അത് നമ്മുടെ യുക്തി അനുസരിച്ചിരിക്കും. പൂജ പറയുന്നുണ്ട് അയാൾ ഒരു ആണാണ്, അയാളോട് മിണ്ടരുത് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം, അതൊരു കാർഡിറക്കി കളിക്കൽ തന്നെയാണ്, ദാറ്റ്സ് എ ഫാക്ട്. കാർഡ് എന്ന വാക്കിന്റെ അർത്ഥം മൊത്തത്തിൽ ട്വിസ്റ്റ് ചെയ്തൊക്കെ ഗബ്രി പറയുന്നുണ്ട്. നമ്മുടെ ഐഡന്റിറ്റിയെ നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് ഇറക്കുമ്പോഴാണ് അതൊരു കാർഡ് ആവുന്നത്, അല്ലാതെ വീക്ക്നെസ് ഇറക്കി അഡ്വാൻറ്റേജ് ഇറക്കാൻ നോക്കുമ്പോഴല്ല. വീക്ക്നെസ് എന്നുള്ള ഒരു വാക്ക് അവിടെ ഇറക്കാനേ പാടില്ലായിരുന്നു ഗബ്രി. സ്ത്രീകളെ വീക്ക് എന്ന് വിളിക്കാൻ ഇവൻ ആരാണ്? ഒരു ജെൻഡറും വീക്കല്ല. ശരിക്കും ഗബ്രിയുടെ സ്ത്രീ വിരുദ്ധതയുടെ മുഖംമൂടിയാണ് പൂജ പൊളിച്ച് അടിക്കിയതെന്ന്. അഭിഷേക് എസ് എന്നെ ഈ ടാസ്കിൽ വല്ലാതെ നിരാശപ്പെടുത്തി കേട്ടോ. കാരണം ഗബ്രിക്കെതിരെ ഒരു ഒഫൻസ് ഗെയിം കളിക്കാൻ മടിയുള്ളത് പോലെ, പേടിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി. പൂജ ഒരു മടിയും കാണിച്ചില്ല. വന്ന് കയറിയപ്പോൾ ഉള്ള ആ ഒരു മയമില്ലായ്മ അല്ലെങ്കിൽ ഫയർ വന്നില്ല അഭിഷേകിന് ഈ ഒരു ടാസ്കില്. ഗബ്രിയെ പൊക്കി പറഞ്ഞ ഗബ്രി സ്ട്രോങ് ആണ്, അതുകൊണ്ട് വീക്കായിട്ടുള്ളവര് വരണം എന്നൊക്കെ പറഞ്ഞു. ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ പറഞ്ഞു പുള്ളി. ഇത് കഴിഞ്ഞ പൂജ വീണ്ടും സംസാരിക്കുന്നുണ്ട്. ഗബ്രി ഇവിടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരാളില്ലാതെ പറ്റില്ല എന്ന്, അതെടുത്തിടുന്നു. അത് പൂജ പറയുന്നു ഇതിലൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല, ഗബ്രിയുടെ സ്റ്റാൻഡിലും നിലപാടിലും ഒന്നും ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല എന്ന് പറയുന്നുണ്ട്. പൂജ കുറിക്ക് കൊള്ളുന്ന പോലെ തന്നെ സംസാരിച്ചു. ഗബ്രിക്ക് താല്പര്യമുള്ളവർക്ക് വേണ്ടി ഗബ്രി സെൽഫിഷ് ആണ് എന്ന് പൂജ പറയുന്നു. ഗബ്രിക്ക് ഇൻഡിവിജ്വാലിറ്റി ഇല്ല, ഗബ്രി ഇൻഡിപെൻഡന്റ് അല്ല, ഡിപെൻഡന്റ് ആണ് എന്നൊക്കെ പൂജ പറയുന്നുണ്ട്. ഗബ്രിയുടെ ഫേവറിസം, പാർഷ്വാലിറ്റി, വ്യക്തി താല്പര്യങ്ങൾ ഇതെല്ലാം എടുത്തിടുന്നുണ്ട്. ടീം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അയ്യോ നീ പോലേ എന്നൊരു തോട്ട് പ്രോസസ് ഗബ്രിക്ക് ഉള്ളതായിട്ട് പൂജ പറയുന്നുണ്ട്. ഗബ്രിയെ ഇടിച്ച് സൂപ്പാക്കി പൂജ. മൊത്തത്തില് കൊടുത്ത സ്പേസിൽ ഗംഭീരമായി സംസാരിച്ചു എന്ന് മാത്രമല്ല ഗബ്രിയെ എക്സ്പോസ് ചെയ്യാൻ ഒരു പരിധി എന്നല്ല വളരെ നന്നായിട്ട് സാധിച്ചു. ഇത്രയുമായിരുന്നു ലൈവ് അപ്ഡേറ്റുകൾ. ഈ റൗണ്ടിനെ കുറിച്ച് നമുക്ക് ഇനിയും കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.